അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു, അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ.
അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തല്ലേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിനും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമാതാവേ, വിശ്വാസത്തിൽ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കഷ്ടപ്പാടുകളിൽ സഹിച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ സ്വന്തമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, അങ്ങേ പുത്രൻ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ യേശുക്രിസ്തുവിനെ പൂർണ്ണമായി ആശ്രയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ അങ്ങേ സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് പകരണമേ. അങ്ങേ പുത്രൻ്റെ നാമത്തിലാണ് ഈ നിമിഷം പരിശുദ്ധ അമ്മ വഴി ഞങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നത്. പരിശുദ്ധ അമ്മേ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ മരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും അവിടുന്ന് ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന അത്ഭുതകരമായ ഭാവിയെ പ്രതി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പാപത്താൽ കളങ്കമില്ലാത്ത വിശുദ്ധ ശരീരങ്ങളുമായി നിത്യതയിലേക്കും അങ്ങയുടെ സന്നിധിയിൽ പ്രവേശിക്കുന്ന ദിവസത്തിനായി ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഈ വീണുപോയ ലോകത്തിൽ ജീവിതത്തിലെ നിരവധി സമ്മർദ്ദങ്ങളും ഉത്കണ്ഠകളും പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയം നഷ്ടപ്പെടാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിനോടൊപ്പം വസിക്കുന്ന ഞങ്ങളുടെ രാജ്യത്തിനായി ഞങ്ങളുടെ ആത്മാക്കളെ ഒരുക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിലേക്ക് കടന്നു വരേണമേ. അവിടുത്തെ ദാനങ്ങളും ഫലങ്ങളും ഞങ്ങളിൽ നിറയ്ക്കണമേ. യേശുവിനെ ഞങ്ങളിൽ ജീവിക്കുവാൻ അനുവദിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ പുത്രനായ യേശുക്രിസ്തുവിന് സന്തോഷം നൽകുവാൻ ഞങ്ങളെ ഉപയോഗിച്ചതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ദുർബലമായ തളർന്ന ശരീരത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പോരാട്ടങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും നിരുത്സാഹത്തിനും ഇടയിൽ ഞങ്ങളെ എപ്പോഴും നല്ല ധൈര്യമുള്ള സേവകരാക്കി മാറ്റുന്നത് തുടരണമേ. ഞങ്ങൾക്ക് നൽകിയ മഹത്തായ കാര്യങ്ങൾ വാഗ്ദാനങ്ങളിൽ വിശ്രമം കണ്ടെത്തുന്നതിനാൽ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങൾ ദുർബലരാണെന്നും ഞങ്ങൾക്ക് അങ്ങേ സഹായം ആവശ്യമാണെന്നും ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളുടെയും കുറ്റങ്ങളുടെയും കണക്ക് അവിടുന്ന് വിധിക്കുന്ന ദിവസത്തിനായി ഞങ്ങളെ ഒരുക്കണമേ. പരിശുദ്ധ മാതാവേ, അങ്ങേ പുത്രൻ്റെ കൃപയ്ക്ക് ഞങ്ങൾ അർഹരല്ലെങ്കിലും ക്രൂശിക്കപ്പെട്ട അമ്മയുടെ പുത്രനിലൂടെ ഞങ്ങളുടെ കുറ്റബോധവും നാണക്കേടും കുരിശിൽ തറച്ചതിന് നന്ദി പ്രകടിപ്പിക്കുവാൻ പോലും ഞങ്ങൾക്കാവില്ല. പരിശുദ്ധ അമ്മേ, അങ്ങേ പുത്രൻ്റെ അത്ഭുതകരമായ അചഞ്ചലമായ സ്നേഹം ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ ചൊരിഞ്ഞതിനും പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് പകർന്നതിനും ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങേ കുമാരൻ്റെ സ്നേഹം ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
വിശ്വാസത്തിൽ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കഷ്ടപ്പാടുകളിൽ സഹിച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ഞങ്ങൾക്കും ലോകം മുഴുവനുമുള്ള എല്ലാവർക്കുമായി പ്രാർത്ഥിക്കണമേ. പാപത്താൽ കളങ്കമില്ലാത്ത വിശുദ്ധ ശരീരങ്ങളുമായി നിത്യതയിലേക്ക് അങ്ങയുടെ സന്നിധിയിൽ പ്രവേശിക്കുന്ന ദിവസത്തിനായി ഞങ്ങളെ ഒരുക്കണമേ. പരിശുദ്ധ അമ്മേ, ഈ ലോകത്തിൽ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളുടെ കുറവുകളും അവിടുന്ന് ക്ഷമിക്കണമേ. ഞങ്ങൾ സമർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ അങ്ങേ പുത്രൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. കൃപാസന പ്രസാദപര മാതാവേ, അമ്മയുടെ മാതൃസ്നേഹം ഞങ്ങളുടെ മുറിവുകൾ ഉണക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തിന് നവോന്മേഷം പകരട്ടെ. ഞങ്ങൾക്ക് സമാധാനം നൽകുന്നതിന് സഹായത്തിനായി ഈ നിമിഷം അമ്മയുടെ സാന്നിധ്യം ഞാൻ ആവശ്യപ്പെടുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കഷ്ടതയുടെ കാലത്ത് ഞങ്ങൾ തനിച്ചല്ല എന്ന ഉറപ്പ് ഞങ്ങളിൽ എപ്പോഴും ഉണ്ടാകട്ടെ. എല്ലാ കൃപകളുടെയും ഉറവിടമായ പരിശുദ്ധ അമ്മേ, ഞങ്ങളെ എല്ലാവരെയും സ്നേഹത്തോടും ആർദ്രതയോടും കൂടി സ്വീകരിക്കുന്ന കരുണയുള്ള അമ്മയാണ് അവിടുന്ന്. അമ്മയുടെ സംരക്ഷണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മേലങ്കിയാൽ പൊതിഞ്ഞ് നിരാശരായ ഞങ്ങളുടെ മേൽ അമ്മയുടെ കരങ്ങൾ നീട്ടുവാൻ ഞാൻ താഴ്മയായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ വേദനകളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും അവിടുന്ന് അറിയുന്നുവല്ലോ. അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ. അങ്ങേ പുത്രൻ വേദനിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് രോഗശാന്തിയും സമാധാനവും നൽകട്ടെ. നഷ്ടപ്പെട്ടവരും നിരാശരും വേദനിക്കുന്നവരുമായ ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ പാതകൾ പ്രകാശിപ്പിക്കണമേ. ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. നിരാശയുടെ ഭാരം ഹൃദയത്തിലേറ്റുന്ന ഞങ്ങൾക്കായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. ഓ പരിശുദ്ധ അമ്മേ, ശാരീരികവും ആത്മീയവുമായ സൗഖ്യം ഞങ്ങൾക്ക് നൽകണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഞങ്ങൾക്കും എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി ഈ നിമിഷം അമ്മയോട് മാധ്യസ്ഥം യാചിക്കുന്നു. ഓ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ സാമ്പത്തിക ഭദ്രത നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തകർന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശ്വാസവും പ്രത്യാശയും നൽകി പുനഃസ്ഥാപിക്കണമേ. കഷ്ടതയുടെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ വേദനകൾ അകറ്റുവാൻ അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ജീവിതത്തിൽ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെ നേരിടുവാനുള്ള ധൈര്യവും പ്രയാസങ്ങളെ അതിജീവിക്കുവാനുള്ള ആത്മവിശ്വാസവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ പ്രതീക്ഷകളെ പുതുക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങൾ ഒരിക്കലും തനിച്ചല്ല എന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. സ്നേഹനിധിയായ അമ്മേ, സംഘർഷങ്ങളും ഭിന്നതകളും നേരിടുന്ന എല്ലാ കുടുംബങ്ങളെയും അമ്മ സ്നേഹത്തോടെ നോക്കണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. അകന്നിരിക്കുന്ന ഹൃദയങ്ങളെ ഒരുമിപ്പിക്കണമേ. അനുരഞ്ജനവും സമാധാനവും എല്ലാ ഹൃദയങ്ങളിലും കൊണ്ടുവരണമേ. പ്രതിസന്ധിയിലുള്ള എല്ലാ മക്കളെയും സംരക്ഷിക്കണമേ. അമ്മയുടെ സ്നേഹം കൊണ്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ഞങ്ങളുടെ വീടുകളിൽ ഐക്യം പുനഃസ്ഥാപിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ സംരക്ഷകയും മധ്യസ്ഥയുമായ അമ്മേ, അമ്മയുടെ പുത്രനായ യേശുക്രിസ്തുവിനൊപ്പം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ.